ജോൺസേട്ടാ നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട്. അതെ, ചില വീടുകളിലേ നല്ല മാതാപിതാക്കളായിരിക്കും, പക്ഷെ കുട്ടികൾ ചിലപ്പോ തലതിരിഞ്ഞു പോകും. ചില വീടുകളില് അച്ഛനമ്മമാര് മദ്യപാനം അങ്ങനെ പല രീതിയിലും മോശമായിട്ടുള്ള ആൾക്കാർ, പക്ഷെ കുട്ടികളാണെങ്കിലോ അതിനൊക്കെ കവച്ച് നല്ല രീതിയിൽ വളരും. ഇനി നല്ല മനുഷ്യന്മാരും ചീത്ത മനുഷ്യന്മാരും ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കച്ചവടം നടത്തുന്ന ആളാണ്. അതെ, കുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും നിഷ്കളങ്കരായിട്ടാണ് വരുന്നത്. പിന്നെ അവർക്ക് എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ വരുന്നതെന്നുള്ളതാണ്. അതിന് നമ്മള് പല ഘടകങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ പാരമ്പര്യം ഒരു ഘടകമായിട്ട് വരും, പിന്നെ നമ്മളെ കുടുംബ പശ്ചാത്തലം, പിന്നെ ഒരു വ്യക്തിയുടെ ചിന്ത, വാക്കുകൾ, പ്രവൃത്തി, ജീവിത സാഹചര്യങ്ങൾ, ഇതൊക്കെ ഇതിൽ ബന്ധപ്പെട്ട് കിടക്കുക. പിന്നെ ഹൈന്ദവ ഇത് പ്രകാരം നമ്മൾ പറയും നാള്, ജാതകം, പിന്നെ നമ്മുടെ കൈൻ്റെ ഉള്ളിൽ രേഖ, പിന്നെ മുഖലക്ഷണം, ഇത് നമ്മുടെ സാമുദ്രിക ലക്ഷണം. ജനിച്ചു വരുമ്പോൾ തന്നെ ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലാണ്. ചിലർക്ക് വലിയ തലയുണ്ടാവും, ചിലർക്ക് നല്ല മൂക്കുണ്ടാവും, ചിലർക്ക് നല്ല ചെവി ഉണ്ടാവും, ചിലർക്ക് നല്ല നെറ്റി ഉണ്ടാവും, താടി ഉണ്ടാവും. അങ്ങനെ പല പല ലക്ഷണങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പലതരത്തില് ശാസ്ത്രത്തിൽ അങ്ങനെ ഉണ്ടെന്ന്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം വെച്ചാല്, ചില മനുഷ്യന്മാര് ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു മകനുണ്ടെങ്കിൽ ആ ചില വ്യക്തികൾ ഓരോ മനുഷ്യന്മാരുടെ നല്ല ഗുണങ്ങൾ മുഴുവനും കാണുമ്പോൾ അത് അവരിങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കും, സ്വീകരിക്കും. പിതാവിന് നല്ല ഗുണമുണ്ടെങ്കിൽ അത് സ്വീകരിക്കും. ചില കുട്ടികൾ മാതാവിന്റെ പൊട്ട ഗുണം മുഴുവനും സ്വീകരിച്ചുകൊണ്ടിരിക്കും. ചില കുട്ടികൾ പിതാവിന്റെ പൊട്ട ഗുണം മാത്രം ശരി. പിതാവ് ചെയ്യുന്നതൊക്കെ മക്കൾക്ക് ശരിയാന്ന്, മാതാവ് ചെയ്യുന്നത് മക്കൾക്ക് ശരിയാന്ന്. അപ്പൊ മാതാവ് എന്ത് ചെയ്യണോ അതില് ചില കുട്ടികൾ അവരെ നല്ലത് മാത്രം ക്യാച്ച് ചെയ്യും, ചില കുട്ടികൾ അവരുടെ പൊട്ട മാത്രം ക്യാച്ച് ചെയ്യും. അപ്പൊ മാതാവിന്റെ പൊട്ടയും പിതാവിന്റെ പൊട്ടയും ക്യാച്ച് ചെയ്യുന്ന കുട്ടികൾ എന്തുണ്ടാവും? കുടുംബപരമായിട്ട് പാരമ്പര്യമായിട്ടുള്ള മൈനസിന്റെ കൂടെ മാതാവിന്റെ മോശവശങ്ങൾ മുഴുവൻ അവർ ക്യാച്ച് ചെയ്യുക, പിതാവിന്റെ മോശവശങ്ങൾ മുഴുവൻ അവർ ക്യാച്ച് ചെയ്യുക. അങ്ങനെ വളരുന്ന കുട്ടികളുടെ ഇടയിൽ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിതാവ് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ്, മാതാവ് ചെയ്യുന്നത് ശരിയാണെന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോ അവരുടെ ഉള്ളിൽ ഇത് പിന്നെ അവർ വരുന്നു, കുടുംബത്തിൽ അങ്ങനെ വരുന്നു. പിന്നെ അവര് കൂട്ടുകൂടുന്നു, കുട്ടികളായിട്ട് കൂട്ടുകൂടുന്നു. ഈ കൂട്ടുകൂടുമ്പോ നല്ല കുട്ടികളുണ്ടാവും, പക്ഷെ ഏതൊക്കെ കൂട്ടുകാരായിട്ട് കൂട്ടുകൂടിയാലും അവരുടെ പൊട്ടവണം മാത്രം സ്വീകരിക്കുന്നവരുണ്ടാവും. നമ്മൾ വാച്ച് ചെയ്തറിയുന്നത്. സ്കൂളിൽ പോകുമ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ കൂട്ടുകൂടുന്നവരുടെ എല്ലാ പൊട്ടവണങ്ങളും അവരിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. ചില കുട്ടികളാണെങ്കിലും അവർ നല്ലത് എടുത്തുകൊണ്ടിരിക്കുന്നു. അത് വാച്ച് ചെയ്തറിയുന്നത്. അപ്പൊ ഈ നല്ലത് വാച്ച് ചെയ്യുന്ന ആളുകൾ ഭാവിയിൽ നല്ല ആളുകളായിട്ട് മാറും. ഇപ്പൊ നമ്മൾ സ്പോർട്സിൽ അവരെ മാതൃകയാകുന്നു, സിനിമയിൽ നല്ല ആളെ മാതൃകയാക്കുന്നു, രാഷ്ട്രീയക്കാരെ മാതൃകയാക്കുന്നു. ഇങ്ങനെ അവരെപ്പോഴും നല്ലത് മാത്രം കാണുന്നു. ചില ആളുകൾ നേരെ തിരിച്ചാണ്. നമ്മൾ സിനിമനെ കാണുമ്പോൾ അതിൽ നല്ല വാങ്ങുന്നുണ്ടെന്ന് അതിനെ നമ്മൾ മാതൃകയായിട്ട് എടുത്തു വരുന്നവരുണ്ടെന്ന്. ചിലവര് നേരെ തിരിച്ച് നെഗറ്റീവായിട്ട് എടുക്കുന്നവര്. അപ്പൊ ചില മനുഷ്യന്മാര് നമ്മള് പഠിച്ചു നോക്കുമ്പോൾ അങ്ങനെയാണ്. കാലകാലങ്ങളില് ഓരോരുത്തരെ പൊട്ടകൾ സ്വീകരിച്ച് വരുന്നവൻ വളരെ മോശമായിട്ട് മാറുന്നു. ചിലര് നന്മ സ്വീകരിച്ച് വരുമ്പോൾ നമ്മൾ നോക്കിയിട്ട് ഒരു 50-25 വയസ്സ് വരെ ഉള്ള കാലഘട്ടം കഴിഞ്ഞ് ഒരു 50 വയസ്സ് വരെ കാലഘട്ടം, 50 വയസ്സിന് ശേഷം വളരെ ഉയർന്ന തലത്തിൽ എത്തുന്നവരുണ്ട്. ചില ആളുകൾ 25 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നീട് മൈനസിലേക്ക് വന്നു. 50 വയസ്സ് കഴിയുമ്പോൾ വളരെ മൈനസിലേക്ക് വന്നു അല്ലേ. അപ്പോൾ നമ്മള് ഒരു വ്യക്തി സ്വീകരിക്കുന്നത് ഭയങ്കര ഘടകമാണ്. നമ്മൾ എന്ത് ക്യാച്ച് ചെയ്യുന്നു അത് വളരെ പ്രധാനമാണ്. പിന്നെ നമ്മൾ ഈ സാമൂതിരി ലക്ഷണം എന്ന് പറഞ്ഞത്, നമ്മൾ പിടിക്കുന്ന ആളുകൾക്ക് ഒരു ലക്ഷണമുണ്ട്, പിടിക്കാത്ത ആളുകൾക്ക് ഒരു ലക്ഷണമുണ്ട്. നമ്മള് ഓരോരുത്തരെ തല, രജനീകാന്തിന്റെ തല, മോഹൻലാലിന്റെ തല, പിണറായി വിജയന്റെ തല, ട്രംപിന്റെ തല, അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞ് വിജയിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഒരു ലക്ഷണമുണ്ട്. അതോടൊപ്പം തന്നെ പരാജയപ്പെട്ട് നിൽക്കുന്നവർക്ക് മൈനസിൽ പോകുന്ന ആളുകളെയും നമ്മൾ വായിച്ച് ചെയ്ത ലക്ഷണം കണ്ടുണ്ട്. കണ്ണ്, മൂക്ക്, നെറ്റി, ഇങ്ങനെ ഓരോ ഇതുകളുണ്ട്. ഇത്തരം വിഷയങ്ങളൊക്കെ ഇതിൽ കിടക്കണം. പക്ഷെ എങ്കിലും ഞാൻ മനസ്സിലാക്കിയുള്ള സ്വീകരിക്കുന്ന രീതി. ഇപ്പൊ നമ്മള് ചില ആളുകൾ തുടക്കത്തില് മദ്യം കഴിക്കുന്ന കണ്ട് വലിക്കുന്നവര്, ചിലര് ഇത് കാണുമ്പോ അവരെ എടുക്കില്ല, ചില കൂട്ടുകെട്ടിന്ന് വരുന്നത്, അതുപോലെ കുടി. ഇപ്പൊ ആളുകൾ കൊണ്ട് മയക്കുമരുന്ന് പോകണമെന്ന് അതും ഈ വരുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കുന്ന ആള് സ്വീകരിക്കുന്ന, നമ്മള് ക്യാച്ച് ചെയ്യില്ലേ, കാന്തം പിടിക്കുന്ന പോലെ നല്ല ഗുണങ്ങളും പിടിക്കും, നല്ലത് ആകർഷിക്കുന്ന കുട്ടികൾ നല്ല വ്യക്തികളായിട്ട് വരും. ഇപ്പൊ നമ്മളായിട്ട് ബന്ധപ്പെടുന്നവരൊക്കെ നല്ല ആളുകളായിരിക്കും. ചില ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊട്ട ഉണ്ടെങ്കിൽ അത് മാത്രം അവർ കണ്ടിട്ട് അത് മാതൃകയായിട്ട് കൊണ്ടുപോകും. ഇതുകൊണ്ടാണ് നല്ല കുടുംബത്തിൽ മോശം കുട്ടികൾ ഉണ്ടാവണതും
മോശം കുടുംബത്തിൽ നല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്. ഇനി എന്തേലും പറയണേ പറഞ്ഞോ, നമുക്ക് എന്തെങ്കിലും പറയണോ അതിനെ പറ്റി? ഈ പറഞ്ഞതില് എന്തേലും പറയണേ? പോയിന്റ് അല്ലേ? ചിലര് അങ്ങനെയാണ് ക്യാച്ച് ചെയ്യുന്നത്. ചില മാതാപിതാക്കൾ അപ്പൻ കുടിക്കുന്നവനാണെങ്കിൽ മകൻ പൊട്ടയാണെന്ന് കണ്ട അവൻ കുടിക്കാതിരിക്കും. ചിലവര് അപ്പൻ ചെയ്യുന്നതാണ് എനിക്ക് ചെയ്യണം. ഒരു അമ്മ വർത്താനം പറഞ്ഞ ഇങ്ങനെ നടക്കുന്ന സൈസാണെങ്കിൽ അത് കാണുമ്പോ അവൻ അതൊരു മാതൃകയായിട്ട് അവൻ അതുപോലെ നടക്കും. ഇങ്ങനെയാണ് നല്ലത്. എനിക്ക് മനസ്സിലായുള്ള അങ്ങനെയാ. ഓക്കെ, പിന്നെ അടുത്ത ദിവസം വേറെ ചോദ്യമായിട്ട് വാ. ശരി. ഓക്കെ ട്ടാ, താങ്ക് യു.